ഹലോ എവരിവൺ, എല്ലാവരും ഇന്നലത്തെ ക്ലാസ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അടിസ്ഥാന അളവുകളെ കുറിച്ചാണ് പറഞ്ഞത്. അടിസ്ഥാന അളവുകൾ അല്ലെങ്കിൽ എന്താണത്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. അതല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ അടിസ്ഥാന അളവുകൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടിസ്ഥാന അളവുകൾ എന്താണെന്നും അതിൻ്റെ എക്സാമ്പിളൊക്കെ എഴുതാൻ എന്ത് ചെയ്യും, നിങ്ങളുടെ എക്സാമിന് ചോദിക്കും. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞ എന്താണ്, നമുക്ക് ഒറ്റ അടിക്ക് അളക്കാൻ കഴിയണം. അതാണ് അടിസ്ഥാന അളവുകൾ. അപ്പോൾ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ച് പെട്ടെന്ന് അളന്നൂടെ. അതേപോലെ തന്നെ വെയിറ്റ് ഒരു തക്കാളി എത്ര കിലോ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് കളന്ന് തരുന്നില്ലേ, ആ വെയ് മെഷീനിൽ അങ്ങോട്ട് വെച്ചാൽ മതി. അതാണ് അടിസ്ഥാന അളവുകൾ. എന്നാൽ അടിസ്ഥാന അളവുകൾ ഇല്ലാത്ത ഒന്നുണ്ട്, വ്യുൽപ്പന്ന അളവുകൾ. അതിനെയാണ് ഇംഗ്ലീഷ് മീഡിയക്കാർ പറയൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. മലയാളം മീഡിയക്കാർ അതിന് വ്യുൽപ്പന്ന അളവുകൾ എന്നും പറയുന്നത്. അതെന്താണ്? നേരിട്ട് അളക്കാൻ പറ്റില്ല. അതിനുദാഹരണമാണ് മർദ്ദം. അതായത് പ്രഷറില്ലേ, പ്രഷർ. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും പരിചയമുള്ളതാണ് ഏരിയ. എന്താണ് ഏരിയ? പരപ്പളവ്. ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒറ്റയടിക്ക് പോയിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ടാണ് കാണാൻ പറ്റുമോ? ഇല്ലല്ല. സ്കെയിൽ വെച്ചിട്ട് ഒരു പരപ്പളവ് കാണണമെങ്കിൽ എന്തൊക്കെ കാണണം? അതിൻ്റെ നീളവും വീതിയും ഒക്കെ കണ്ടാലല്ലേ നമുക്ക് അതിൻ്റെ പരപ്പളവ് കിട്ടുക. അല്ലാതെ ഒറ്റയടിക്ക് വന്നിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ പരപ്പളവ് ഇതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പരപ്പളവ് കഷ്ടപ്പെട്ടിട്ട് വേണം കാണാൻ. നീളം ഇൻറ്റു വീതി ചെയ്താലേ കിട്ടുള്ളൂ. അങ്ങനെയുള്ളതിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് പഠിക്കാം. അപ്പം നിങ്ങൾ നോട്ട് ബുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യണം? ഹെഡിങ് എഴുതുക. മലയാളം മീഡിയക്കാർ എഴുതുക വ്യുൽപ്പന്ന അളവുകൾ. ഇംഗ്ലീഷ് മീഡിയക്കാർ എന്താ എഴുതേണ്ടത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. എന്നിട്ട് ഈ തന്നിരിക്കുന്നത് അതിൻ്റെ താഴെ എഴുതുക. എന്നിട്ട് നമുക്കത് പറയാം. എന്താണ് വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറഞ്ഞാൽ? അടിസ്ഥാന അളവുകൾ. അതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത്. ലെങ്ത്ത് ഒറ്റയടിക്ക് അളക്കാൻ കഴിയണം. ആ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് നമുക്ക് പ്രസ്താവിക്കാൻ കഴിയും അല്ലേ. നമുക്കിപ്പോൾ പരപ്പളവ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന അളവായ ലെങ്ത്ത് ഉപയോഗിച്ചിട്ട് അല്ലേ നമ്മൾ ചെയ്യണത്. അതായത് നീളം ഇൻറ്റു വീതിയല്ല ചെയ്യണത്. അപ്പോൾ ഈ നീളം എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാന അളവാണ്. വീതി എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാന അളവാണ്. അതന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഹെഡിങ് എഴുതുക. ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി. ക്വാണ്ടിറ്റീസ് അളവുകൾ ദാറ്റ് ക്യാൻ ബി. അത് കഴിയും എക്സ്പ്രസ് ചെയ്യാൻ ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് ലെങ്ത്ത്, മാസ് ഇങ്ങനെ കുറച്ചെണ്ണം പഠിച്ചു. അത് വെച്ചിട്ട് എഴുതാൻ കഴിയണം. അതിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞത്. അതായത് എക്സാമ്പിൾ ആണെങ്കിൽ ഏരിയ കാണാൻ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത്. അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്താൽ കിട്ടുന്ന സാധനങ്ങൾ ഉണ്ടാവില്ലേ, അതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ വ്യുൽപ്പന്ന അളവുകൾ. ഒറ്റയടിക്ക് കിട്ടൂല, അത്ര ആലോചിച്ചാൽ മതി. പക്ഷേ നിങ്ങൾ എക്സാമിന് ഒറ്റയടിക്ക് കിട്ടൂല എന്നല്ല എഴുതണ്ടേ, ഈ സെൻറ്റൻസ് തന്നെ എഴുതണം. അതായത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് അളവുകളില്ലേ, അത് ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് എഴുതാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഏരിയനെ അങ്ങനെ എഴുതിക്കൂടെ? ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഇതൊക്കെ ഒരു ലെങ്ത്ത് എല്ല്. ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ഇങ്ങനെയല്ലേ. ഇത് തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഏരിയ. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? ഏതൊരു ക്വാണ്ടിറ്റി, അതായത് ഏതൊരു അടിസ്ഥാന അളവായാലും, ഇനി അഥവാ ഏതൊരു ഭൗതിക അളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാ അളവും, അതായത് അടിസ്ഥാന അളവും ഉണ്ടാവും അതിൽ, അതേപോലെ തന്നെ എന്തുണ്ടാവും? അടിസ്ഥാന അളവും ഉണ്ടാവും, അതേപോലെ തന്നെ എന്തുണ്ടാവും? വ്യുൽപ്പന്ന അളവും ഉണ്ടാവും. അപ്പോൾ ഏതൊരു ഭൗതിക അളവ് എന്ന് വെച്ചാൽ ഇപ്പോൾ ലെങ്ത് ആയാലും ഏരിയ ആയാലും എന്തിനായാലും നമ്മൾ എഴുതുമ്പോൾ അല്ലേ ഒരു സംഖ്യ ഉണ്ടാവും. അപ്പം ഞാൻ ചോദിക്കുകയാണ്, നമ്മളെ പണ്ടത്തെ പെൻ തന്നെ എടുക്കുക. ഈ പെൻസിൽ വിചാരിക്കുക. ഈ പെൻസിലെടുത്ത് ഈ പെൻസിലിൻ്റെ നീളം നമ്മളോട് അതിൻ്റെ ലെങ്ത്ത് ചോദിക്കുകയാണ് വിചാരിക്കുക. അപ്പം അതൊരു ഇതല്ലേ. അപ്പം ലെങ്ത്ത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഏതാണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലെങ്ത്ത്, ഏരിയ ഒക്കെ പെടും. അതിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ് ലെങ്ത്ത്. അതായത് അടിസ്ഥാന അളവല്ലേ ലെങ്ത്ത്? അടിസ്ഥാനമല്ലേ, വ്യുൽപ്പന്ന അല്ലല്ല. ഏരിയ ഒക്കെ വ്യുൽപ്പന്നമാണ്. അപ്പോൾ ഈ ലെങ്ത്തിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുക? അപ്പോൾ ഇതൊരു എത്രയാണ്? ഇപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ
10 10 എന്ന് പറഞ്ഞൊരു സംഖ്യ ഉണ്ട്, സെൻറ്റിമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? 10 ഒരു നമ്പറല്ലേ, നമ്പർ ഒരു സംഖ്യ അല്ലേ. ഇതതിൻ്റെ എന്താണ്? യൂണിറ്റ്. നമ്മൾ പറയൂ എന്തെഴുതിയാലും യൂണിറ്റ് എഴുതണം എന്നറിയില്ല. അപ്പോൾ ഇവിടെ കണ്ടു ഒരു സിലിണ്ടർ കൊടുത്തിട്ടുള്ളത്, ഗ്യാസ് സിലിണ്ടർ. അപ്പോൾ അതിൽ 14.2 കിലോഗ്രാം എന്നാണ്. അപ്പോൾ അതിൽ ഏതാണ് അതിൻ്റെ നമ്പർ? 14.2 എന്താണ്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ്? സംഖ്യാമൂല്യം. അല്ലെങ്കിൽ അതിനെ പറഞ്ഞ എന്താണ്? മാഗ്നിറ്റ്യൂഡ്. പിന്നെ ഈ കിലോഗ്രാം എന്തായിരിക്കും? അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ആയിരിക്കും. അതിൻ്റെ എന്തായിരിക്കും? യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കണക്കൊക്കെ ചെയ്യുമ്പം എല്ലാവരും പറയും യൂണിറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ ഏതൊരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയാലും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയാലും, അതായത് ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഭൗതിക അളവ്, ഏതൊരു അളവിനെ നമ്മൾ അങ്ങനെ എഴുതുമ്പോഴും എന്ത് ചെയ്യണം? അതിൻ്റെ യൂണിറ്റ് എഴുതണം. അപ്പം അതിന് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കണ്ടേ? അവിടെ കുറച്ച് സിറ്റുവേഷൻസ് കണ്ടില്ല കൊടുത്തിട്ടുള്ളത്. ഒന്നല്ല, ഒരു കുട്ടീനെ ചൂട് നോക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ ചൂട് നോക്കുമ്പോൾ കണ്ടില്ലേ 37.8 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെറുതെ 37.8 എന്ന് പറയാൻ പാടില്ല. അതിൻ്റെ യൂണിറ്റ് വരുന്നത്. അപ്പോൾ ലെങ്ത്തിന് നമ്മൾ സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ ഇങ്ങനെ പറയുന്നില്ലേ. സെൻറ്റിമീറ്റർ എന്തിനാണ് യൂണിറ്റ് പറയണത്? യൂണിറ്റ് പറയണം. അതുകൊണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങോട്ടൊക്കെ അവിടെ താപനില നോക്കുകയാണ്, ടെമ്പറേച്ചർ നോക്കുകയാണ്, ചൂട് നോക്കുകയാണ്. അപ്പോൾ അവിടെ റിസൾട്ടിൽ കിട്ടിയിരിക്കുന്നത് 37.8 അതാണ് അതിൻ്റെ സംഖ്യാമൂല്യം. അല്ലെങ്കിൽ അതെന്തായിരിക്കും? അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ. ഇപ്പോൾ താപനില നോക്കണുണ്ടല്ലേ. താപനില നോക്കുമ്പോൾ അവിടെ കിട്ടിയത് എന്താണ്? 37.8. അത് എന്തിലാണ് കിട്ടിയത്? അതിൻ്റെ യൂണിറ്റ് എന്താണ്? സെൽഷ്യസ്. നമ്മൾ സീനൊക്കെ ഇടും. ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറയുക യൂണിറ്റ്. ഡിഗ്രി സെൽഷ്യസ് ആണ്. സെൽഷ്യസ്. അത് എന്തുകൊണ്ട് ഇട്ട്? നമുക്കെന്നാൽ സെൻറ്റിമീറ്റർ എന്ന് ഇടാൻ പറ്റുമോ? ഇല്ല. അത് താപനില ആയതുകൊണ്ട് താപനിലയുടെ യൂണിറ്റ് തന്നെ ഇടാൻ പാടുള്ളൂ, അല്ലാതെ വേറെ യൂണിറ്റ്. ഇപ്പം നീളമാണെങ്കിൽ നമുക്ക് എന്തിടാം? ഇവിടെ ഒരു കുട്ടിയുടെ നീളമാണ് കൊടുത്തിട്ടുള്ളത്. ഹൈറ്റ് ആ കുട്ടി എത്ര ഹൈറ്റ് ഉണ്ട്? ഇവിടെ 165 എത്തിയിട്ടുമില്ല, 64. നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കണം. അപ്പം അതിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ എത്രയാണ്? സംഖ്യ എത്രയെന്നാണ് എഴുതേണ്ടത്? 164. യൂണിറ്റോ? സെൻറ്റിമീറ്റർ. 164 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ അത് രേഖപ്പെടുത്തില്ല 164 സെൻറ്റിമീറ്റർ. പിന്നെ അത് മാസ് ഇവിടെ 1 കിലോഗ്രാം. അതേപോലെ എന്തോ വെള്ളം കൊടുത്തിട്ടുണ്ട് 1 ലിറ്റർ. അപ്പോൾ മാസ് അങ്ങനെ കനുള്ള നമ്മൾ വെള്ളം പോലത്തെ ലിക്വിഡ്, വെള്ളം പോലത്തെ കാര്യങ്ങളൊക്കെ പറയൽ ലിറ്ററിലാണ്. എന്നാൽ കനുള്ള പഞ്ചസാര, അരി ഇതൊക്കെ പറയൽ എന്താണ്? കിലോഗ്രാമിലല്ല. 1 കിലോ അരി, 2 കിലോ അരി, അല്ലാതെ 1 ലിറ്റർ അരി എന്നല്ല. ലിറ്റർ നമ്മളെപ്പോഴാണ് പറയാം? വെളിച്ചെണ്ണയുടെ കേസിൽ 1 ലിറ്റർ വെളിച്ചെണ്ണ, 1 ലിറ്റർ വാട്ടർ അങ്ങനെയൊക്കെയാണ് പറയാം. അപ്പോൾ അത് 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. യൂണിറ്റ് എന്തായിരിക്കും? ആ കിലോഗ്രാം അല്ലെങ്കിൽ ലിറ്റർ അതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർക്കും സെയിം പട്ടിക തന്നെയാണുള്ളത്. കണ്ടില്ലേ? അവിടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഭൗതിക അളവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സംഖ്യ നമുക്ക് കിട്ടി 37.8. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താണ്? സെൽഷ്യസ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുക? എഴുതൽ എങ്ങനെയാണ്? 37.8 ഡിഗ്രി സെൽഷ്യസ്. ഇനി അടുത്തത് എന്താണ്? അടുത്തത് ഇതേപോലെ തന്നെ ഹൈറ്റ് നോക്കുമ്പോൾ അവിടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹൈറ്റ് നോക്കുകയല്ല. അപ്പോൾ അവിടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ എന്താ എഴുതേണ്ടത്? ലെങ്ത്ത് ഇതേപോലെ തന്നെ 164 എന്തിലാണ്? സെൻറ്റിമീറ്ററിൽ. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് എന്താണ്? 164 സെൻറ്റിമീറ്റർ cm. പിന്നെ അടുത്തത് എന്താണ്? മാസിന് പിന്നെ 2 പേര് വന്ന് തന്നെ പറയുന്നത്. മാസ് മൂന്നാമത്തെ കള്ളിയിൽ എഴുതണ്ട കേട്ടോ. ഇവിടെ മാസ് എത്ര കിട്ടിയിട്ടുള്ളത്? ഇവിടെ എന്തോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെയിറ്റ് എത്രയാണ്? 1. അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം. അപ്പോൾ അതെങ്ങനെ എഴുതുക? 1 കിലോഗ്രാം അല്ലേ. പിന്നെ അതേപോലെ തന്നെ എന്തോ വെള്ളം ഒരു ടിന്നിൽ അത് കൊടുത്തിട്ടുള്ളത്. അതാവുമ്പോൾ എങ്ങനെയാണ്? അത് 1 ലിറ്റർ. 1 യൂണിറ്റ് എന്താണ്? യൂണിറ്റാണ് ഈ ലിറ്റർ യൂണിറ്റ്.
അപ്പോൾ 1 ലിറ്റർ. അങ്ങനെ ഒരു ഏതൊരു അളവ് എഴുതുമ്പോഴും അതിൻ്റെ കൂടെ എന്തുണ്ടാവും, ഒരു സംഖ്യ ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു യൂണിറ്റും ഉണ്ടാവും. ഇപ്പം ലെങ്ത് ആണെങ്കിൽ നമ്മൾ എന്താ എഴുതുക, ലെങ്ത് ആണെങ്കിൽ നമുക്ക് പറയാം, ലെങ്ത് ആണെങ്കിൽ നമ്മൾ പറയും. ഇപ്പോൾ തുണിയൊക്കെ മേടിക്കുമ്പോൾ 1 മീറ്റർ തുണി മേടിക്കണം എന്നറിയും. നമ്മുടെ സ്കെയിൽ എത്രയാണ്, സ്കെയിൽ 15 സെൻറ്റിമീറ്റർ. അപ്പോൾ പറയുകയാണെങ്കിൽ സെൻറ്റിമീറ്ററും മീറ്ററൊക്കെ എന്തിൻ്റെ യൂണിറ്റാണ്, ലെങ്ത്തിൻ്റെ യൂണിറ്റ് അല്ല, ഇത് സംഖ്യ, ഇതെന്താണ് യൂണിറ്റ്. പിന്നെ ഇപ്പോൾ മാസ് നമ്മൾ അരി മേടിച്ചുകൊണ്ടിരാൻ പറയാണ്. 1 കിലോ അരി മേടിക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 5 കിലോ അരി മേടിക്കണം എന്ന് പറഞ്ഞാൽ ഈ 1 5 എന്താണ് അതിൻ്റെ സംഖ്യ. കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ യൂണിറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഏതൊന്ന് എഴുതുമ്പോഴും അവിടെ ഫസ്റ്റ് എന്തുണ്ടാവും, ഒരു ന്യൂമറിക്കൽ ഉണ്ടാവും, ഒരു സംഖ്യ ഉണ്ടാവും, പ്ലസ് എന്തുണ്ടാവും, യൂണിറ്റ്. ഇങ്ങനെ എഴുതണം. അങ്ങനെയാണ് നമ്മൾ ഏതൊരു അളവ് എഴുതുമ്പോഴും എഴുതേണ്ടത്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് നമ്മൾ എഴുതേണ്ടത് ഒരു ഭൗതിക അളവ്, അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എഴുതുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ എന്തുണ്ടായിരിക്കണം, ഒരു സംഖ്യ എന്ന് വെച്ചാൽ ന്യൂമറിക്കൽ വാല്യൂ 1 2 3 4 അങ്ങനെ ഏതെങ്കിലും ഒരു സംഖ്യ ഉണ്ടാവും, അതിൻ്റെ ഒപ്പം എന്തുണ്ടാവും, യൂണിറ്റും ഉണ്ടാവും. ഇപ്പം എന്താ ചെയ്യുക, ഈ സെൻറ്റൻസ് എഴുതി വയ്ക്കുക. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ലെങ്ത്ത്, മാസ്, ഏരിയ, ഇങ്ങനെയൊക്കെ എന്തും. അതിൽ എന്തൊക്കെയുണ്ട്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഉണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഉണ്ട്. ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റിയത് ലെങ്ത്ത്, ഇതൊക്കെ. ഡിറൈവ്ഡ് ആകുമ്പോൾ അത് ഏരിയ, ഇങ്ങനെ പ്രഷർ, അതേപോലെ തന്നെ വോളിയം, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അത് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ബൈ ഇൻഡിക്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൂചിപ്പിക്കുന്നു. ഇറ്റ്സ് വാല്യൂ ഫോളോഡ് ബൈ യൂണിറ്റ്സ്. വാല്യൂ പറഞ്ഞാൽ എന്താണ്, ഒരു നമ്പർ ആയിരിക്കും. ഇറ്റ്സ് വാല്യൂ ഇപ്പോൾ ഒരു 16, യൂണിറ്റ് എന്ന് പറയുമ്പോൾ സെൻറ്റിമീറ്റർ. അങ്ങനെയാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ എഴുതുക. അതായത് ഒരു ഭൗതിക അളവിനെ പ്രസ്താവിക്കാൻ, ഒരു ഭൗതിക അളവ് പ്രസ്താവിക്കുമ്പോൾ അതിൻ്റെ മൂല്യം ഉണ്ടാവും. മൂല്യം എന്ന് വെച്ചാൽ വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങനെ 16 15 ഇങ്ങനെയൊക്കെയുള്ള സംഖ്യ, അതും മൂല്യം കാണിക്കുന്ന സംഖ്യയും, അതേപോലെ തന്നെ അതിൻ്റെ യൂണിറ്റ് എന്താണ്, സെൻറ്റിമീറ്റർ. ചിലപ്പോൾ സെൻറ്റിമീറ്റർ ആവും, ചിലപ്പോൾ കിലോഗ്രാം ആവും, അങ്ങനെ ഓരോന്നിനും ഓരോ യൂണിറ്റാണ്. അപ്പോൾ അതും എന്തായിരിക്കണം, എഴുതിയിരിക്കണം. അപ്പോൾ ഈ സെൻറ്റൻസ് എന്ത് ചെയ്യുക, പുസ്തകത്തിൽ എഴുതട്ടാ, പോയിൻ്റ് ആക്കിയിട്ട് എഴുതി വയ്ക്കുക. എന്നിട്ട് ഒരു എക്സാമ്പിളായിട്ട് എഴുതണം. എക്സാമ്പിൾ എഴുതി വെച്ചാലാണ് നിങ്ങൾക്ക് ഇപ്പം ചിലപ്പോൾ അത് കാണുമ്പോൾ ഓർമ്മ ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ 16 ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ 16 കിലോഗ്രാം. ഇതിലെന്താണ്, ഇതാണ് എന്ത്, സംഖ്യ മൂല്യം. ഇതെന്താണ്, അതിൻ്റെ യൂണിറ്റ്. ഇവനാണെങ്കിൽ എന്താ എഴുതേണ്ടത്, ന്യൂമറിക്കൽ വാല്യൂ എന്ന് എഴുതുക, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് എഴുതാം. മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ എന്താണ്, ആ മൂല്യം എന്നാണ് മാഗ്നിറ്റ്യൂഡ്. പിന്നെ യൂണിറ്റിന് യൂണിറ്റ് തന്നെ, മലയാളം മീഡിയക്കാർ ഇങ്ങനെ എഴുതണം, യൂണിറ്റ് ഇവരിങ്ങനെ എഴുതണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ പറയുക, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട്. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പോൾ പറഞ്ഞു എന്ത് ചെയ്ത്, ഒരു കുട്ടി എന്ത് ചെയ്യും, ഈ പെൻസിലിൻ്റെ നീളം അളക്കാൻ പറഞ്ഞു. ഒരു കുട്ടി അളന്നു കൊണ്ടുവന്നത് മീറ്ററിൽ, ഒരു കുട്ടി സെൻറ്റിമീറ്ററിൽ. അപ്പോൾ രണ്ടും വ്യത്യസ്ത അളവാവൂലേ. അപ്പോൾ ഇതൊരു 15 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് വിചാരിക്കുക. ഇതൊരു 15 സെൻറ്റിമീറ്റർ ഉണ്ട് വിചാരിക്കുക ഈ പെൻസിൽ. അപ്പോൾ അത് മീറ്റർ ആകുമ്പോൾ എന്ത് ചെയ്യും, 0.15 മീറ്ററേ ഉണ്ടാവുള്ളൂ. അപ്പം എന്ത് ചെയ്യും, രണ്ട് കുട്ടികളും സംഭവം അളന്നു കൊടുന്നത്, ഒരാൾ മീറ്ററിൽ എഴുതി, ഒരാൾ സെൻറ്റിമീറ്റർ എഴുതി, രണ്ടും ശരിയാണ്. പക്ഷേ ഈ ഒരു കുട്ടിനോട് അളക്കാൻ പറഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് എന്തെങ്കിലും വേണ്ടേ. ഈ ലോകത്ത് എല്ലാവരോടും പറഞ്ഞാൽ അത് ഒരു യൂണിറ്റിൽ അളന്ന് കൊണ്ടുവരണം. അപ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് വേണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട്. ഒരു കുട്ടിയുടെ പിക്ചർ അതിൽ തന്നിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ ഹൈറ്റ് അളക്കാനാണ് പറഞ്ഞത്. ഇതൊന്ന് മായ്ക്കട്ടെ കേട്ടോ. ഇതാണ് വിചാരിക്കുക, ഇപ്പോൾ ഒരു കുട്ടി ഇങ്ങനെയൊക്കെ ആയിരിക്കും കുട്ടി എന്ന് വിചാരിക്കുക നിങ്ങളെ. അപ്പോൾ ഈ കുട്ടിയുടെ എന്ത് ചെയ്യുക, ഹൈറ്റ് നിങ്ങളോട് എന്ത് ചെയ്യുക, അളന്നു കൊണ്ടുവരാൻ പറഞ്ഞേ. ഒരു കുട്ടിയുടെ കയ്യിൽ എന്താ എഴുതുന്നറിയോ, ഇത്ര പോന്ന കൊള്ളി, ഇത്ര പോന്നല്ലേ ഒരു സ്കെയിൽ കൊടുത്ത്, ഇതിൽ സ്റ്റിക്ക് എന്നാണ് പറഞ്ഞത്, ഈർക്കിളി എന്നാണ് പറഞ്ഞത്.
ഇപ്പോൾ ഈർക്കിളിയാണെങ്കിൽ ഈർക്കിളി എങ്ങനെ ഈർക്കിളി നമുക്ക് ഈർക്കിളി തന്നെ ഞാക്കഞ്ഞി ഈർക്കിളി വേണ്ട സ്കെയിൽ കൊടുത്തുന്നാവണ്ട, നിങ്ങൾ ഈർക്കിളി തന്നെ കൊടുത്തോളി. ഇപ്പം ഇത്ര പോകുന്നൊരു ഈർക്കിളി കൊടുത്ത് വിചാരിക്കുക, ഇത്ര പോകുന്നത്. വേറൊരു കുട്ടിയുടെ കയ്യിൽ എന്താ ഇത് ഇത്ര പോകുന്ന ഈർക്കിളി കൊടുത്ത് വിചാരിക്കുക. അപ്പോൾ ഈ കുട്ടിയുടെ ഹൈറ്റാണ് അളക്കേണ്ടത് അല്ലേ? ഈ കുട്ടീൻ്റെ ഹൈറ്റ് അളക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത്ര ഈർക്കിളി വെച്ച് അളന്ന് നോക്കി. ഒരു വട്ടം അളന്ന് പിന്നെ ഒരു 2 വെക്കണം അല്ലേ? ചിലപ്പോൾ 2 വെച്ചാൽ കറക്റ്റ് ആവും. 2 വേണ്ടി വന്ന്. എന്നാൽ ഇത് 2 വെച്ചാൽ എങ്ങനെയും മോളിക്ക് പോകില്ലേ? ഇത് 1 അത്ര ഉണ്ട്, പിന്നെ 2 വയ്ക്കുമ്പോൾ അതിലും കൂടുതലാണ്. അപ്പം അത്ര വേണ്ടല്ല. അപ്പം ഈ കുട്ടി പറഞ്ഞു 1.5 ഈർക്കിളി മതി. അല്ല, ഒരു ഈർക്കിളി 1.5 ഈർക്കിളി മതി. ഈ കുട്ടി പറഞ്ഞ ഇതിന് 2 ഈർക്കിളി വേണമെന്ന്. 2 ഈർക്കിളി. അപ്പോൾ ലോങ്ങർ സ്റ്റിക്ക് ഉപയോഗിച്ചപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് 1.5 ഈർക്കിളി. ഇത് നിങ്ങൾ ചെയ്ത് നോക്കാനുള്ള കേട്ടാ. 1.5 ഈർക്കിളി, അതായത് 1.5 ഈർക്കിളി പറയുമ്പോൾ ഒരു ഈർക്കിളി തന്നെ ഇത്ര ഉണ്ട്, മറ്റേതിൽ ഒരു ഈർക്കിളി ഇത്ര എണ്ണേ ഉള്ളൂ. അപ്പോൾ 2 വേണ്ടി വന്ന് ഇതിൻ്റെ ഹൈറ്റ് അളക്കാൻ. ഇതാകുമ്പോൾ 1 പിന്നെ ഒരു കുറച്ച് തുള്ളി മതി. ഫുള്ള് വേണോ? ഇല്ല, 1.5 വേണ്ട, ചിലപ്പോൾ 1.25 മതി. ഇപ്പോൾ 1.5 നമുക്ക് എടുക്കാം. അപ്പോൾ 1.5 എടുത്ത്. ഷോർട്ടർ സ്റ്റിക്ക് ആകുമ്പോൾ ഇത് ചെറിയ സ്റ്റിക്കല്ലേ, നീളം കുറഞ്ഞ ഈർക്കിളിയല്ലേ, അപ്പം ആകുമ്പോൾ നമുക്ക് 2 സ്റ്റിക്ക് വേണം. അതേപോലെ തന്നെ നിങ്ങളോട് എന്ത് ചെയ്യും? ഒരു ബക്കറ്റിൽ കുറേ വെള്ളമുണ്ട്. നിങ്ങളോട് അത് എത്ര വെള്ളം ഉണ്ടെന്ന് അളക്കാൻ പറഞ്ഞ് ഒരു കപ്പ് തന്ന്. ഒരാളെ കയ്യിൽ വലിയ കപ്പ് കൊടുത്ത് ഒരാളെ കയ്യിൽ കുഞ്ഞ കപ്പ് വെച്ച്. അപ്പോൾ ആ ബക്കറ്റിൽ നിന്ന് വേറൊരു ബക്കറ്റിക്ക് ഇങ്ങനെ, ഇപ്പോൾ ഈ ബക്കറ്റിക്ക് ഇങ്ങനെ ഒഴിക്കുക വിചാരിക്കുക, ഈ ബക്കറ്റിക്ക് ഒഴിക്കുകയാണ് വിചാരിക്കുക. അപ്പം ചെറിയ കപ്പായിട്ട് നമുക്ക് തോനെ ഒഴിക്കേണ്ടി വരും. വലിയ കപ്പാണെങ്കിൽ ആലോചിച്ച് നോക്കി, വലിയ കപ്പായിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു 5 കപ്പ് ഒഴിച്ചാൽ ചിലപ്പോൾ വെള്ളം തീരും. ചെറിയ കപ്പാണെങ്കിൽ അങ്ങനെ 1, 2, 3, 4 അങ്ങനെ ഒരു 10-20 കപ്പ് ചിലപ്പോൾ ആവശ്യം വരും. അപ്പം ലാർജർ കപ്പാണെങ്കിൽ ഇപ്പോൾ ഒരു 5 കപ്പ് മതി. അങ്ങനെ എന്ത് ചെയ്യും? സ്മോളർ കപ്പാണെങ്കിൽ അതൊരു 15 കപ്പ് വേണ്ടി വരും, കുറേ വേണ്ടി വരും, ചെറിയൊരു കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പം എന്ത് ചെയ്ത് നമുക്ക് ബുദ്ധിമുട്ട് മനസ്സിലായില്ലേ? 2ലും ഒരേ അളവാണ് ലഭിച്ചത്? അല്ല. ഈ കുട്ടി വന്ന് പറയുകയാണ് ഇത് 1.5 ഈർക്കിളി ഉണ്ട്, ഇത് പറയാണ് 2 ഈർക്കിളി വേണമെന്ന്. ഇയാൾ പറയും ഇതിലത്തെ വെള്ളം 5 കപ്പാണെന്ന്, ഇയാൾ പറയും 15 കപ്പാണെന്ന്. ഇങ്ങനെ പലതും പറഞ്ഞാൽ നമുക്ക് ശരിയാവുമോ? അത് ശരിയാവില്ലല്ല. നമുക്ക് ഒറ്റ അളവല്ലേ വേണ്ടേ? അപ്പം അങ്ങനെ ലോകത്ത് എമ്പാടും ഇല്ലേ ഒറ്റ അളവിന് വേണ്ടിയിട്ടാണ് യൂണിറ്റ് എന്ന് പറഞ്ഞൊരിത് വന്നത്. അതായത് ഒരു ഭൗതിക അളവിനെ നമ്മൾ പ്രസ്താവിക്കാൻ വേണ്ടിയിട്ട് ഈ ലോകം ഫുള്ള് ഒരു കാര്യം അംഗീകരിച്ചിരിക്കുന്നത്. ആ തോതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് യൂണിറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പം എന്ത് ചെയ്യുക? യൂണിറ്റ് എന്ന് എഴുതുക. ഒരു ഭൗതിക അളവിനെ, അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ പ്രസ്താവിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ലോകമെമ്പാടും അംഗീകരിച്ചിരിക്കുന്ന തോതിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്ത്തിനാണെങ്കിലേ എന്താ പറയുക? അതിൻ്റെ യൂണിറ്റ് നമ്മൾ ലോകമെമ്പാടും അംഗീകരിച്ചിരിക്കുന്ന ഈ തോതാണ് യൂണിറ്റ് എന്ന് പറയും. ഇപ്പോൾ ലെങ്ത്തിനാണെങ്കിൽ നമ്മൾ അതിൻ്റെ SI യൂണിറ്റ് ആയിട്ട് എടുക്കും. SI യൂണിറ്റ് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് നമ്മൾ പിന്നെ പഠിക്കുക. ഇതിൻ്റെ ബാക്കി ഇപ്പം തന്നെ പഠിക്കും, കുറച്ച് കഴിഞ്ഞാൽ തന്നെ പഠിക്കും. മീറ്ററാണ്. അപ്പം യൂണിറ്റ് വന്നതുമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണത്? യൂണിറ്റ് പറഞ്ഞാൽ മതി. ഇപ്പം ഞാൻ പറയുകയാണ്, എല്ലാവരും സെൻറ്റിമീറ്ററിൽ അളന്നിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സെൻറ്റിമീറ്ററിൽ അളന്നിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം അതാണ് യൂണിറ്റ് വേണ്ടത്. അപ്പം യൂണിറ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് റെഫറൻസ്. അതൊരു അതായത് എല്ലാവരും ഏകീകരിച്ചിരിക്കുന്ന ഒന്നാണ്. സ്റ്റാൻഡർഡൈസ്ഡ് റെഫറൻസ് അക്സെപ്റ്റഡ് യൂണിവേഴ്സലി ടു മെഷർ. അതായത് യൂണിവേഴ്സലി, അതായത് ഈ ലോകം ഫുള്ളും അംഗീകരിച്ചിരിക്കുന്നതാണ്. ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതൊന്ന് മെഷർ ചെയ്യാനും ഈ ലോകം ഫുള്ളും അംഗീകരിച്ചിരിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ഈ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്? എല്ലാവരും ഒരേ യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്. യൂണിറ്റ് പറഞ്ഞാൽ പല യൂണിറ്റ് ഉണ്ട്. ഇപ്പോൾ ലെങ്ത്തിന് തന്നെ സെൻറ്റിമീറ്റർ ഉണ്ട്, മീറ്റർ ഉണ്ട്. അതിൽ SI യൂണിറ്റ് ആയിട്ട് നമ്മൾ പിന്നെ പറയും. അതായത് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് യൂണിറ്റ്, അതാണ് അതിൻ്റെ മെയിൻ യൂണിറ്റ്. അത് നമ്മൾ പിന്നെ പറയും. ഇപ്പോൾ ലെങ്ത്താണ് നമുക്ക് സെൻറ്റിമീറ്ററിൽ, ഒരാൾക്ക് സെൻറ്റിമീറ്ററിൽ അളന്ന് കൊണ്ടുവരാം പെൻസിലിൻ്റെ നീളം, ഒരാൾക്ക് മീറ്ററിൽ അളന്ന് കൊണ്ടുവരാം, ഒരാൾക്ക് വേണമെങ്കിൽ മില്ലിമീറ്റർ നമ്മുടെ സ്കെയിലൊക്കെ കണ്ടിട്ട് അതിലും ചെറുതാണ്, മില്ലിമീറ്ററിൽ അളന്ന് കൊണ്ടുവരാം. അങ്ങനെ എന്തിനു വേണമെങ്കിലും അളന്ന് കൊണ്ടുവരാം. അതൊന്നല്ല പ്രശ്നം. പക്ഷെ ലോകത്ത് എല്ലാവരും അതായിരിക്കണം അളക്കേണ്ടത്. എന്നാൽ പണ്ട് കാലങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പണ്ട് കാലങ്ങളിൽ നമുക്കിതൊന്നല്ലേ ഉണ്ടായിരുന്നത്. പണ്ട് ഉണ്ടായിരുന്നത് എന്താ അറിയോ? ഇത് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല.
നമ്മുടെ പഴയ മുത്തശ്ശിമാരോടും ഇവരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ സെൻറ്റിമീറ്ററും മീറ്ററും ഒന്നുമല്ല. ഇന്നിപ്പോൾ അമേരിക്കയിൽ ചെന്നിട്ട് അളന്നാലും ജപ്പാനിൽ പോയാലും എവിടെ പോയാലും സെൻറ്റിമീറ്ററും മീറ്ററും ഇതൊക്കെ തന്നെയാണ്. പണ്ട് അങ്ങനെയല്ലേ? പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അളവായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു അറിയോ? ഒരടി എന്നൊക്കെ പറയും. ഇതിന് 1 ഫീറ്റ്. അതായത് കാലിങ്ങനെ വെച്ച് അളന്നാണ്ട് പോവുക. നിങ്ങൾ ചിലപ്പോൾ ചെറുപ്പത്തിലൊക്കെ എന്തെങ്കിലും കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ അളന്നിട്ടുണ്ടാവും. ഇങ്ങനെ കാല് വെച്ച് 1 ഫീറ്റ്, അതിനാണ് 1 ഫീറ്റ് എന്ന് പറയുക. അല്ലെങ്കിൽ ഒരടി എന്ന് പറയും നമ്മൾ. ഒരടി, ഒരു കാല്, ഒരടി. അല്ലെങ്കിൽ പിന്നെ കൈ അതിനെയാണ് 1 മുഴം എന്ന് പറയുക. കൈയിൻ്റെ ഇവിടെ വരെ ഉള്ളതിനെയാണ് എന്തെന്ന് പറയുക? 1 മുഴം എന്ന് പറയുക. ഇംഗ്ലീഷിലാണെങ്കിൽ 1 ക്യൂബിറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അറിയണം എന്ത് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന അളവുകളുടെ പേരുകൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇതെന്താണ്? ഹാൻഡ് സ്പാൻ. അതാണ് ഒരു ചാൺ. അപ്പോൾ നിങ്ങളുടെ ഒരു എക്സാമിന് ചോദിക്കുകയാണ്. ഇപ്പോൾ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന യൂണിറ്റുകൾക്ക് എക്സാമ്പിൾ ഉദാഹരണം എഴുതാൻ പറയുകയാണെങ്കിൽ എന്തൊക്കെ എഴുതേണ്ടത്? ഫീറ്റ്, ക്യൂബിറ്റ്, ഹാൻഡ് സ്പാൻ. ഇത് എഴുതി വെക്കണം. എന്താണെന്ന് മനസ്സിലാവണം. ഫീറ്റ് പറയുമ്പോൾ നമ്മുടെ കാല് വെച്ചിട്ട് അളന്നിരുന്നത്. ക്യൂബിറ്റ് എന്ന് പറഞ്ഞാൽ 1 മുഴം കൈ വെച്ചിട്ട്. മറ്റേത് കൈ വിരലുകൾ ആ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ അളന്നിട്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയായിരുന്നു പണ്ട് അളന്നിരുന്നത്. പണ്ട് സെൻറ്റിമീറ്ററും മീറ്ററും ഇതൊന്നും അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഉള്ള പ്രശ്നം എന്താണ്? ഇപ്പോൾ ഒരു കുട്ടിയുടെ കൈയിൻ്റെ അത്ര ആയിരിക്കുമോ വേറെ കുട്ടിയുടെ കൈ ഉണ്ടാവുക? ഇപ്പോൾ ഒരു ചെറിയ കുട്ടി ചെറിയ കുട്ടി അളക്കണ പോലെ ആയിരിക്കുമോ വലിയൊരാൾ അളക്കുമ്പോൾ? അവനവൻ്റെ കൈയും കാലിനും അനുസരിച്ചല്ലേ ഈ അളവ് നല്ല വേരിയേഷൻ വരില്ലേ? അപ്പോൾ ഞാൻ പറയാണ്, ഒരു ചാണ് പറഞ്ഞാൽ ഈ കൈയിൻ്റെ അളവാണ്. ഒരു ചാണ് വലിപ്പത്തിൽ ഒരു പെട്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ഒരു പെട്ടി നിർമ്മിക്കാൻ പറഞ്ഞാൽ ഒരു കുട്ടി ഇത്ര ഒരാൾ വലിയ ആൾ ഇത്ര പോകുന്ന ഉണ്ടാക്കി, വേറൊരാൾ ഇത്ര പോകുന്നത്, കുഞ്ഞ കുട്ടിയാണെങ്കിൽ ഇത്ര പോകുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊണ്ടിരില്ലേ? അപ്പോൾ ഇത് പല യൂണിറ്റും പലതരം യൂണിറ്റുകളാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? നിങ്ങളുടെ എക്സാമിന് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തെഴുതാൻ പറ്റും? പ്രായോഗിക പ്രശ്നങ്ങൾ ഇങ്ങനെ പല യൂണിറ്റും പല രാജ്യത്തും ഉപയോഗിച്ചിരുന്നെങ്കിൽ. എല്ലാവരും ഇപ്പം നമ്മൾ ഒന്നാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ സെൻറ്റിമീറ്ററും മീറ്ററൊക്കെ അതാണ് യൂണിറ്റ്. പല യൂണിറ്റ് യൂസ് ചെയ്തിരുന്നെങ്കിൽ എന്തുണ്ടാവും? കൃത്യത കുറവുണ്ടാവും. ആക്യുറസി ഉണ്ടാവില്ലല്ലോ. അതായത് കൃത്യത കുറവുണ്ടാവും. ലോ ആക്യുറസി ആയിരിക്കും. അപ്പോൾ ആ പോയിന്റ് എഴുതിയേക്ക് കേട്ടോ, കൃത്യതക്കുറവ്. അപ്പോൾ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ഞാൻ തുറന്നു വെക്കണം എന്നതാണ് പറഞ്ഞത്. ഇതിന് തൊട്ട് താഴെ ഉണ്ടാവും വാട്ട് വുഡ് ബി ദ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓഫ് യൂസിങ് സച്ച് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. അങ്ങനെയാണ് എഴുതേണ്ടത്. വാട്ട് വുഡ് ബി ദ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓഫ് യൂസിങ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. എന്നിട്ട് എഴുതേണ്ടത് എന്താണ്? അതിന് താഴെ തന്നിട്ടുണ്ട് ലോ ആക്യുറസി. അതെന്ന് വെച്ചാൽ എന്താണ്? കൃത്യതക്കുറവ്. പിന്നെ ഡിഫിക്കൽട്ട് ഫോർ ദ പീപ്പിൾ ഇൻ അതർ റീജിയൻ ടു അനലൈസ് ആൻഡ് മെഷർമെൻറ്റ്. അതായത് മറ്റു പ്രദേശങ്ങളിലുള്ളവർക്കും എന്ത് ചെയ്തു അത് അളക്കാനും വിശകലനം ചെയ്യാനൊക്കെ എന്തായിരിക്കും? പ്രയാസമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഈ കൈയും കാലും തന്നെ ഉപയോഗിച്ചാൽ തന്നെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ കൃത്യത ഉണ്ടാവില്ല അതിൽ. പിന്നെ എന്താണ്? ഡിഫിക്കൽട്ട് ടു കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? ഞാനിപ്പോൾ ഇവിടെ ഒരു പെട്ടി ഉണ്ടാക്കി, അല്ലെങ്കിൽ ഞാനിവിടെ ഒരു പെൻസിൽ നിർമ്മിച്ചു. ഈ അളവ് ഒരു ഹാൻഡ് സ്പാനാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവർക്കും അതാവണം എന്നില്ല. അപ്പോൾ അവിടെ താരതമ്യം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കിട്ടൂല. ഡിഫിക്കൽട്ട് ടു കമ്പയർ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിരിക്കണം എന്നില്ല. അതേപോലെ തന്നെ ഡിഫിക്കൽട്ട് ടു കമ്പയർ ആൻഡ് സ്റ്റാൻഡർഡൈസ് മെഷർമെൻറ്റ്സ്. അതായത് അളവുകൾ താരതമ്യം ചെയ്യുന്നതിനും ഏകീകരിക്കുന്നതിനൊക്കെ എന്താണ്? പ്രയാസകരമാണ്. അപ്പോൾ ഈ പോയിന്റ്സ് എഴുതിയേക്കണം കേട്ടോ. എന്താണ്? ഡിഫിക്കൽട്ട് ടു, മറ്റൊരു എഴുതേണ്ട എന്താണ്? അളവുകൾ താരതമ്യം ചെയ്യുന്നതും ഏകീകരിക്കുന്നതിനും പ്രയാസകരമാണ്. ഇവരെഴുതേണ്ടത് ഡിഫിക്കൽട്ട് ടു കമ്പയർ or standardize measurements. Compare, difficult to compare or standardize measurements. നമ്മൾ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ? ഒരു വണ്ടിയുടെ പാർട്സ് എൻജിന് ജപ്പാനിലും ബാക്കി പാർട്സ് ഇന്ത്യയിലുമാണ് നിർമ്മിച്ചത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ ഇതുപോലെ അത് ഒരേ യൂണിറ്റ് എല്ലായിടത്തും ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്.
അപ്പോൾ ഒരാൾ ഈ ചാണും ക്യൂബിറ്റും ഫീറ്റും ഇങ്ങനെ പല പല യൂണിറ്റാണ് പലരും ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് ഒരു വേറെ വേറെ രാജ്യത്ത് നിർമ്മിച്ചത് യോജിപ്പിക്കാൻ പറ്റുമോ? ഇപ്പം ഇത്ര സ്പേസ് ഉള്ളതിനെ ഇപ്പോൾ ഒരു ഇത്ര സ്പേസിൽ എന്തെങ്കിലും നിറയ്ക്കാനാണ് വിചാരിക്കുക, അത് നിർമ്മിച്ച് കൊണ്ടുവരണം വിചാരിക്കുക. ഒരു പെട്ടി അളവിൽ നിർമ്മിക്കണം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരേ യൂണിറ്റാണ്. നമുക്ക് ഫസ്റ്റ് അമേരിക്കയിൽ നിന്ന് നിർമ്മിച്ച് വെച്ചാൽ, ഇന്ത്യയിൽ നിന്ന് നിർമ്മിച്ച് വെച്ചാൽ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റാവും. മറ്റെന്ത് ചെയ്യും, ഒരാൾ വേറെ വലിയ വലിപ്പത്തിലൊക്കെ നിർമ്മിച്ച് കൊണ്ടുവരും, അപ്പോൾ ഇതിൽ ഫിറ്റാവോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് യൂണിറ്റിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ, അതായത് പല രാജ്യത്തും പല സാധനങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മളൊരു സ്റ്റാൻഡേർഡായിട്ട് SI യൂണിറ്റ് എന്നൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്ത്. SI യൂണിറ്റ് ഇതെന്താ പറയുന്നത്, യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതിയാണ്. അതായത് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ്, SIയുടെ ഫുൾ ഫോം എന്താ അറിയോ, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇതാണ് എന്തെന്ന് പറഞ്ഞത്, SI യൂണിറ്റ് പറഞ്ഞത്. അതൊരു ഈ ലോകത്തുള്ള എല്ലാവരുടെയും യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതിയാണ്. അതായത് എല്ലാ രാജ്യത്തും അപ്പം എന്ത് ചെയ്യും, അതിനനുസരിച്ചാണ്. നമ്മുടെ ഈ ഓരോ സംഭവം, നമ്മൾ മാസ്, ലെങ്ത്ത്, അങ്ങനെ ഓരോന്ന് പഠിച്ചിട്ടില്ലേ, അതിൽ ഈ അടിസ്ഥാന അളവുകൾ എന്താണത്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, അതിനൊക്കെ നമ്മളൊരു SI യൂണിറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പം ലെങ്ത്ത് ഒരു നീളം അളക്കുകയാണ് വിചാരിച്ചാൽ നമുക്ക് എന്തൊക്കെ അളക്കാം അതിൽ, നമുക്ക് മീറ്ററിൽ അളക്കാം, സെൻറ്റിമീറ്ററിൽ അളക്കാം, അല്ലേ, സെൻറ്റിമീറ്ററിലൊക്കെ അളക്കാം. പക്ഷേ ഇതിൽ SI യൂണിറ്റ് ഏതാണെന്ന് നിങ്ങൾക്കറിയാം, മീറ്റർ. അതേപോലത്തെ ഒരു മാസ് നമ്മളിപ്പോൾ ചെറിയ സാധനം കുരുമുളകൊക്കെ മേടിക്കുമ്പോൾ ഗ്രാമിലാണ് വാങ്ങിക്കുക, എന്നാൽ അരിയൊക്കെ മേടിക്കുമ്പോൾ കിലോഗ്രാമിലാണ് വാങ്ങിക്കുക. ഇങ്ങനെ പലരും വാങ്ങിക്കും. അപ്പോൾ അതിൻ്റെ SI യൂണിറ്റ് പക്ഷേ കിലോഗ്രാമാണ്. ഈ SI യൂണിറ്റ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്, ഈ പാഠത്തിൽ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അതിനെ SI യൂണിറ്റിക്ക് മാറ്റാമെന്ന് പറയും. SI യൂണിറ്റിക്ക് മാറ്റാമെന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ലെങ്ത്തിൻ്റെ ആണെങ്കിൽ മീറ്റർ ആണെന്ന് അറിഞ്ഞിരിക്കണം, മാസിൻ്റെ ആണെങ്കിൽ കിലോഗ്രാം ആണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ ടൈമിൻ്റെ ആണെങ്കിൽ എന്താ അറിയോ, സെക്കൻഡ്. ഇങ്ങനെ ഓരോന്നിൻ്റെ ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അത് അറിഞ്ഞിരിക്കണം. അതറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് കൂടുതൽ എന്ത് ചെയ്യുള്ളൂ, ആ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. SI യൂണിറ്റ് ഏതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺവേർഷൻ ഉണ്ട്. ഇങ്ങനെ 1 സെൻറ്റിമീറ്റർ = അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ അത് പറഞ്ഞു തന്നാലേ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരേ ഭൗതിക അളവുകൾക്ക് തന്നെ വിവിധ സന്ദർഭങ്ങളിൽ നമ്മൾ വ്യത്യസ്ത യൂണിറ്റുകൾ ആവശ്യമാണ്. താരതമ്യേന കൂടിയ അളവുകൾക്ക് വലിയ യൂണിറ്റുകളും കുറഞ്ഞ അളവുകൾക്ക് ചെറിയ യൂണിറ്റുകളും ഉപയോഗിക്കുന്നു. ഇങ്ങനൊന്നും പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഇതെന്താണ് ഉദ്ദേശിച്ചത്, ഇപ്പോൾ നമ്മൾ ഒരു സിറ്റി, ഇപ്പോൾ തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തിലാണ് പറയുക, സെൻറ്റിമീറ്ററിലാണോ പറയൽ, മീറ്ററിലാണോ പറയൽ, അതോ കിലോമീറ്ററിലാണോ പറയൽ? കിലോമീറ്റർ അല്ലേ വലുത്. ഒരു എത്ര കിലോമീറ്റർ, ഇപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് മങ്ങാട് സ്കൂളിലേക്ക് എത്ര ദൂരമുണ്ട്, അപ്പം എന്താണ് നിങ്ങൾ കിലോമീറ്ററിലാണ് പറയുക. വേണമെങ്കിൽ മീറ്റർ എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ദൂരങ്ങളൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരുവനന്തപുരം പോകാൻ എത്ര ഉണ്ടെന്ന് വെച്ചാൽ മീറ്റർ പറയുമോ? ഇല്ല, നമ്മൾ എന്തിനാ പറയുക, കിലോമീറ്ററാണ് വലിയ അളവ്. അതാണ് താരതമ്യേന കൂടിയ അളവുകൾ പറയാൻ നമ്മൾ എന്താണ് വലിയ യൂണിറ്റ് ഉപയോഗിക്കുന്നത്. ഇതിൽ കിലോമീറ്ററാണ് വലിയ യൂണിറ്റ്. എന്നാൽ ചെറിയ യൂണിറ്റ് ഉപയോഗിക്കൽ ഇപ്പോൾ സെൻറ്റിമീറ്റർ. ഒരു പെൻസിലിൻ്റെ നീളം പറയാൻ നിങ്ങൾ കിലോമീറ്ററാണോ ഉപയോഗിക്കുകയല്ല, സെൻറ്റിമീറ്ററിലല്ല ഉപയോഗിക്കുക. പെൻസിലിന് എത്ര നീളം ഉണ്ടെന്ന് വെച്ചാൽ അതെ. അതേപോലെ തന്നെയാണ് ഗ്രാം നമ്മൾ ചെറിയ ഭാരം അളക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു കുറച്ച് കുരുമുളക് അല്ലെങ്കിൽ വല്ല അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാമാണ് ഉപയോഗിക്കുക. എന്നാൽ ഒരു ആനയുടെ വെയിറ്റൊക്കെ ഗ്രാമിലാണോ പറയുക? അല്ല. ഒരു ലോറിയിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവരില്ലേ, വെയിറ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ, അത് നമ്മൾ അരിയൊക്കെ കൊണ്ടുവരുമ്പോൾ ലോറിയിലൊക്കെ കൊണ്ടുവരുമ്പോൾ ടണ്ണ്, കിൻഡൽ, അങ്ങനെ വലിയ വലിയ യൂണിറ്റ്സ്, അതൊക്കെ വലുതാണ്. അപ്പോൾ അതിലാണ് പറയുക. കിലോഗ്രാം ഗ്രാമിനെക്കാട്ടി വലുതാണ്, പക്ഷെ അതിനെക്കാട്ടി വലുതാണ് ടണ്ണും കിൻഡലും അതൊക്കെ. അപ്പോൾ ഡിഫറെൻ്റ് യൂണിറ്റ്സ്
റിക്വേർഡ് ഫോർ ദ സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ കണ്ടില്ലേ, ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് വേരിയസ് കോണ്ടെക്സ്റ്റ്, അതായത് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഗ്രാം ഉപയോഗിക്കേണ്ടടുത്ത് ടൺ ഉപയോഗിക്കേണ്ട സിറ്റുവേഷനും കിലോഗ്രാം ഉപയോഗിക്കേണ്ട സിറ്റുവേഷനൊക്കെ എന്തുണ്ട് ഉണ്ടാവുന്നുണ്ട്. സ്മോളർ യൂണിറ്റ്സ് ഫോർ സ്മോളർ ക്വാണ്ടിറ്റീസ്, ലാർജർ യൂണിറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ലാർജർ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഈ സെൻറ്റൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതിയെടുക്കും വേണം, അതെന്ത് ചെയ്യണം, പഠിക്കും വേണം. അപ്പോൾ ഇത്ര ഇതിൽ ഇന്നത്തെ ക്ലാസ് നിർത്താം. ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഈ എല്ലാവരുടെ SI യൂണിറ്റ് പരിചയപ്പെടലാണ് ഇനി അടുത്തത്. അപ്പോൾ നീളം, അതേപോലെ തന്നെ സമയം, അങ്ങനത്തെ SI യൂണിറ്റ് നമ്മൾ പരിചയപ്പെടലാണ് അടുത്ത സെഷന്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡെഫിനിഷൻസും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പെട്ടിക്കോളത്തിലുള്ള ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന എന്തായാലും പഠിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ഒന്നും കൂടി പഠിക്കുക. അപ്പോൾ ടെക്സ്റ്റത്തെ എല്ലാ ക്വസ്റ്റ്യനും ഉണ്ടാവില്ലേ, ഇങ്ങനെ അവരിങ്ങനെ ചോദിക്കുന്നുണ്ടാവും ഓരോന്ന്, അതെന്താ ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിൽ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആൻസർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ക്ലാസ്സിൽ ഞാനെല്ലാം പറയുന്നുണ്ട്, അപ്പോൾ അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളിപ്പോൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെ ഡെഫിനിഷൻസൊക്കെ അല്ലേ നിങ്ങൾക്ക് കണ്ട് മാറിപ്പോവും. ഇപ്പോൾ ഭൗതിക അളവ്, അതേപോലെ തന്നെ അടിസ്ഥാന അളവ്, വിൽപ്പന അളവ്, ഇതൊക്കെ മനസ്സിലായിരിക്കണം. അടിസ്ഥാന അളവ് എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് പോലെ ഒറ്റയടിക്ക് എടുക്കാൻ പറ്റണം, പക്ഷെ അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ വിൽപ്പന അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുകയാണ് ഈ ഏരിയ ഒക്കെ. പിന്നെ എല്ലാ അളവിനെയും കൂടി കൂട്ടിയിട്ടാണ് ഭൗതിക അളവ് എന്ന് പറയുന്നത്. പിന്നെ അളവിന് യൂണിറ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞു, മാഗ്നിറ്റ്യൂഡ് ഉണ്ട് പറഞ്ഞു. മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ്, ഒരളവ് എഴുതുമ്പോൾ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് ഒക്കെ വേണം പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇതിലുള്ള ഈ പെട്ടിക്കോളത്തിലുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ പിന്നെ വാട്സപ്പിൽ ചോദിച്ചാലും മതി. അപ്പോൾ പിന്നെ നമുക്ക് ബാക്കി നാളെ പറയാം.